ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ പരിമളം വരുത്തുന്ന മദീനത്തുൻ നബവി എന്ന പരിശുദ്ധമായ പള്ളി, ആ മസ്ജിദുൻ നബവി എന്ന പള്ളിക്കകത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ശബ്ദയോടെ കാതുകൂർപ്പിച്ച് കേൾക്കുകയാണ്. തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ ഇരിക്കുന്നവരെ പോലെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണൊന്ന് ചിമ്മാതെ കാത്തിരിക്കുന്ന സഹാബാ, അവരുടെ മുമ്പിൽ ധീരമായ മുത്ത് റസൂൽ തങ്ങൾ പ്രസംഗിക്കുമ്പോ ആ പ്രഭാഷണത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്കാൻ ചെയ്തെടുത്ത ഒരു ഹദീസാണ്. എന്താ റസൂലുള്ള പറഞ്ഞതെന്നറിയോ? ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസാ, അല്ലാഹുവിന്റെ അടിമകളുണ്ടല്ലോ, കോടാന 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 സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് എന്ന് അള്ളാന്റെ വിശുദ്ധമായ കലാമ വിളിച്ചു പറഞ്ഞ ഈ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് അല്ലാഹു തആല എല്ലാവരെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ VIP-കളുണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ അടിമകളായ മനുഷ്യരിലെ ലോക്കലുണ്ട്, VIP-കളുണ്ട്, VVIP-കളുണ്ട്. ഇതാരും മനസ്സിലാക്കാതെ പോകല്ലേ, ഇതാരും തിരിച്ചറിയാതെ പോകല്ലേ. നമുക്കാകേണ്ടത് VIP-കളല്ല, VVIP-കളാ. ഇവിടെ ഒരു VVIP-കളെ സംബന്ധിച്ച് മുത്തുനബി വിശദീകരിക്കുകയാണ്. ഇന്നനിൻ ഇബാദില്ലാഹി ലഉനാസാ, അല്ലാഹുവിന്റെ ദാസന്മാരിൽ ചില ആളുകളുണ്ട്, മാഹും ബി അംബിയാ, അവര് അംബിയാക്കളൊന്നുമല്ല, അവര് പ്രവാചകന്മാരൊന്നുമല്ല. 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരുണ്ടല്ലോ, സത്യത്തിന്റെയും അധർമ്മത്തിന്റെയും നീതിയുടെയും പടപ്പാട്ട് പാടിയ, അസത്യത്തിനും അധർമ്മത്തിനും അനീതിക്കും അക്രമത്തിനുമെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച, മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പല്ലേ എന്ന് പറഞ്ഞ, കച്ചവടത്തിൽ കാപ്പട്യം കാണിക്കല്ലേ എന്ന് വിളിച്ചു പറഞ്ഞ, കുടുംബത്തോട് സ്നേഹത്തോടെ ഇടപെടണമെന്ന് വിളിച്ചു പറഞ്ഞ, സഹോദരങ്ങളോട് ഇതര സമുദായത്തോട് സ്നേഹത്തോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ, അയൽക്കാരെ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ച എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രവാചക ശൃംഖലയിൽപ്പെട്ട സഹപ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരൊന്നുമല്ല ഈ വിഭാഗം ആളുകൾ. അവര് പ്രവാചകന്മാരെന്ന പദവിയൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. വലാ ബിശുഹദാ, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് പടപൊരുതിയ, പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി രണാങ്കണത്തിൽ പടവെട്ടിയ ധീരമുജാഹിദുകളൊന്നുമല്ല അവര്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ തെറിക്കു പോകുമ്പോൾ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചിഹ്നിച്ചു തുറുമ്പോൾ അല്ലാഹു അഹദ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് രണാങ്കണത്തിൽ ഇറങ്ങി പോരാടിയ പോരാട്ടത്തിന്റെ വീര്യമുള്ള അള്ളാന്റെ പരിശുദ്ധ ദീനിന്റെ ധീരമുജാഹിദീങ്ങളായ രക്തസാക്ഷികളായ ആ രക്തസാക്ഷികളായ ശുഹദാക്കളൊന്നുമല്ല അവര്. സഹോദരങ്ങളെ, അമ്പിയാക്കളും ശുഹദാക്കളും അല്ലെങ്കിൽ പിന്നെ ആരാ? കൊല്ലം ജില്ലയിലെ ജോനകപ്പുറത്തുകാരാ. നിങ്ങളാരും അമ്പിയാക്കളൊന്നുമല്ല, ഈ ഇരിക്കുന്നവരാരും അമ്പിയാക്കളല്ല. നിങ്ങളാരും ശുഹദാക്കളല്ല, ഈ ഇരിക്കുന്നവരും ശുഹദാക്കളല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരോട് ഞാൻ പങ്കുവെക്കുകയാ, നിങ്ങൾ പ്രവാചകത്വം ലഭിച്ചവരല്ല, ഷഹാദത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ള പറയുന്നു, അമ്പിയാക്കളോ ശുഹദാക്കളോ അല്ലാത്ത ഒരു വിഭാഗം VVIP-കളുണ്ട്. അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് അമ്പിയാക്കളോ ശുഹദാക്കളോ അല്ലെങ്കിൽ പോലും അമ്പിയാക്കൾ പോലെ കൊതിച്ചു പോകുകയാ, ശുഹദാക്കൾ പോലെ കൊതിച്ചു പോവുകയാ. നാളെ പരലോകത്ത് ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ച സൂര്യന്റെ അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് പറക്കുമ്പോ അല്ലാഹുവിന്റെ മഹ്ശറ എന്ന സഭ, അവന്റെ കോടതിയിൽ വെച്ച് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന്മാര് കൊതിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്, അമ്പിയാക്കൾ കൊതിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്, ശുഹദാക്കൾ കൊതിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരാരാണെന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ? ആ വിഭാഗത്തിൽ ഇന്നത്തെ രാത്രി നമ്മളൊന്ന് ചേരണ്ടേ? ഇന്നത്തെ രാത്രിയാണ് നാളെ സുബഹിക്ക് വേണ്ടി മാറ്റിവെക്കല്ലേ. കാരണം ഇന്നുള്ളവര് നാളെയില്ല, ഇന്നലെയുള്ളവര് ഇന്നില്ല.
ഇല്ലെന്നില്ല. മനുഷ്യന് ഗ്യാരണ്ടിയില്ല, മനുഷ്യന് വാറണ്ടിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി തന്നെ തീരുമാനമെടുക്കുക. അമ്പിയാക്കളോ ശുഹദാക്കളോ അല്ലാത്തൊരു വിഭാഗത്തെ അള്ളാന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നു. പക്ഷെ അവർ അമ്പിയാക്കളും ശുഹദാക്കളും ഒന്നും അല്ലെങ്കിൽ പോലും നാളെ പരലോകത്ത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോ അമ്പിയാക്കൾ പോലെ കൊതിച്ചു പോകും, ശുഹദാക്കൾ പോലെ കൊതിച്ചു പോകും. പടച്ച റബ്ബേ, ഞങ്ങളെ പോലെ ആയിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന മഹാസൗഭാഗ്യശാലികളായ വിഭാഗം അവരാരാണെന്നല്ലേ സഹാബത്തിനോട് പറയുമ്പോ നബി തങ്ങളോട് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ചോരാണ് ആ വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ തിരുദൂതര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഈ ജോനകപ്പുറത്തിന്റെ മണ്ണിലിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, നമുക്കാകാൻ പറ്റുന്ന ഒരു പദവിയാണത്, നമുക്ക് കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണത്. അവരാരാണെന്നറിയോ? നബി തങ്ങൾ പറയുന്നു, ഖൗമുൻ, അതൊരു ജനതയാണ്, തഹബൂ ഫില്ലാഹ്, അള്ളാന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരാ, അള്ളാന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവരാ. എങ്ങനെയാണ് റസൂലുള്ള പരിചയപ്പെടുത്തേണ്ടത്? അങ്ങനെ തന്നെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. അലാ ഗൈരി അർഹാമിൻ വലാ അംവാൽ. അവര് തമ്മിൽ സാമ്പത്തിക ഇടപാടുകളോ ക്രയവിക്രയങ്ങളോ ഒന്നും തന്നെയില്ല. അവര് തമ്മിൽ ബന്ധുത്വമില്ല, അവര് തമ്മിൽ സ്നേഹബന്ധമാണ് മാത്രമാണുള്ളത്. അവര് തമ്മിൽ കുടുംബ ബന്ധമില്ല, രക്തബന്ധമില്ല, വൈവാഹിക ബന്ധമില്ല, മുലകുടി ബന്ധമില്ല, ഒന്നുമില്ല. പക്ഷേ അവര് തമ്മിൽ സ്നേഹിക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയാണ്, പടച്ചതമ്പുരാന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ്. അവരെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അമ്പിയാക്കൾ പോലും അല്ലാഹ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ആ വിഭാഗത്തിൽ ചേരാ കൊതിച്ചു പോകും, ശുഹദാക്കൾ പോലും കൊതിച്ചു പോകും. ശേഷം നബി തങ്ങൾ പറയുകയാണ്, ഇന്ന വുജൂഹഹും ലനൂറുൻ അലാ നൂർ. അവരുടെ മുഖം വല്ലാത്ത പ്രകാശമാണ് നാളെ പരലോകത്ത്. നാളെ പരലോകത്ത് മുഖം പ്രകാശിക്കുന്ന പ്രജ്വലിക്കുന്ന പ്രഭ അവരാണ് എന്ന് ആദരവായ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ശേഷം റസൂലുള്ള പറയുകയാണ്, ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്. ജനങ്ങൾ പേടിക്കുമ്പോ അവര് പേടിക്കൂല. വലാ യഹ്സുനൂന ഇദാ ഹസനന്നാ. ജനങ്ങൾ ദുഃഖിക്കുമ്പോ അവര് ദുഃഖിക്കുകയുമില്ല. എന്റെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നെഞ്ചു വിരിച്ച് ആണത്തത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാരാ? അമ്പിയാക്കള് ശുഹദാക്കള് കൊതിച്ചു പോകുന്ന വിഭാഗമാരാ? അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ഉന്നതരാണ് അവര്. അവര് വിവിഐപികളാ. അള്ളാഹു പ്രത്യേകം അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാ. അവരാരാണ്? തഹബ്ബൂ ഫില്ലാഹ് അലാ ഗൈരി അർഹാമിൻ വലാ അംവാൽ. സാമ്പത്തികമായോ കുടുംബപരമായോ യാതൊരു ബന്ധങ്ങളുമൊന്നുമില്ല. പക്ഷെ അവര് തമ്മിൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് മുഖ്ബിറെ സാദിഖ് നബിയുൽ ഹറമൈൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഇഷ്ടപ്പെടാനും പരസ്പരം വാരിപ്പുണരാനും അള്ളാഹു ഏറ്റവും വലിയ പ്രതിഫലം തരുന്ന, ഏറ്റവും വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രവാചകന്മാര് പോലും രക്തസാക്ഷികൾ പോലും കൊതിച്ചു പോകുന്ന പദവിയിലെത്തിച്ചേരാൻ ജോനകപ്പുറത്തന്നെ കേൾക്കുന്നവരെ, MFIP-യിലൂടെ വിദേശത്തും സ്വദേശത്തിലും ഇരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം ഒന്ന് സ്നേഹം നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? ആമുഖങ്ങളില്ലാതെ വിശദീകരണങ്ങളില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക്, മർമ്മമായ ഭാഗത്തേക്ക് ഞാനൊന്ന് കടന്നു വരികയാ. ഓരോ അക്കമിട്ട് എന്റെ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കണേ, ഓരോന്നും ഹൃദ്യസ്ഥമാക്കണേ, ഓരോന്നും മനനം ചെയ്യണേ. ഇവിടെ ഞാൻ പ്രസംഗിച്ചിട്ട് മടങ്ങി പോകുമ്പോ പ്രസംഗം കൊള്ളാമായിരുന്നു, ഇല്ലെങ്കിൽ പ്രസംഗം കൊള്ളില്ല. ഇത് രണ്ട് അഭിപ്രായം നിങ്ങൾ പറഞ്ഞാലും എനിക്ക് ചാട്ടമോ വാട്ടമോ ഇല്ല, എനിക്ക് നേട്ടമോ കോട്ടമോ ഇല്ല, എനിക്ക് ഉയർച്ചയോ താഴ്ചയോ ഇല്ല, എനിക്ക് ഉത്ഥാനമോ പതനമോ ഇല്ല. സഹോദരങ്ങളെ, എന്നെ ഒന്ന് സ്നേഹിക്ക് സഹോദരങ്ങളെ, നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. അത് എന്തിന്റെ പേരിലാണ്? എന്റെയോ നിങ്ങളുടെയോ പത്രാസിന്റെയും പ്രൗഢിയുടെയും പ്രശസ്തിയുടെയും പണത്തിന്റെയും അധികാരത്തിന്റെയും ഒന്നിന്റെയും പേരിലാകരുത്. മറിച്ച് ഞാനും നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നത് ഇല്ലാലില്ലോ
സർവശക്തനായ സർവാധിപതിയായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവേശ്വരനായ സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ റബ്ബുൽ അലീമായ പടച്ചവന് വേണ്ടി നമുക്കൊന്ന് സ്നേഹിക്കാം. അതിനാദ്യമായി നമ്മൾ ചെയ്യണോ? അക്കമിട്ട് കേൾക്കണേ, അക്കമിട്ട് ചിന്തിക്കണേ. ആദ്യമായിട്ട് നാം എന്താ ചെയ്യേണ്ടത്? ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പരസ്പര സ്നേഹം നിലനിർത്താൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അഫലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ തഹാബബതും യാ സഹബാ. നിങ്ങൾ വഴിമാറി നടക്കുക, ദിശ മാറി പോകല്ലേ. പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒന്ന് ഞാനൊന്ന് അറിയിച്ചു തരട്ടെ സഹോദരങ്ങളെ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയാ പറയട്ടെ. ഇത് പറയുമ്പോ എന്നെ ഏതെങ്കിലും ഒരു ഇസത്തിന്റെ ആളാക്കല്ലേ, എന്നോടാർക്കും ദേഷ്യം വരല്ലേ. സംഘടനാ സങ്കുചിതത്വങ്ങളില്ലാതെ രാജ്യങ്ങളില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പ്രസംഗിക്കുകയാണ്. ഞാനൊരു ഉറച്ച മുസ്ലിമാണ്. ഞാനൊന്ന് 916 മുസ്ലിമാണ്, നിങ്ങൾ 916 ആണ്. ആ ഒരു ഗ്യാരണ്ടിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പാർട്ടികൾ പലതുണ്ടാകാം, സംഘടനകൾ പലതുണ്ടാകാം. പക്ഷേ ഇന്ന് ഒരു പാടിയിട്ട് അത്യാഗ്രഹത്തോടെ ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ സഹോദരങ്ങളെ മതിൽക്കെട്ടിന്റെ പിന്നിൽ ഒളിച്ചിട്ട് മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒളിച്ചു കളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ സലാം ചൊല്ലിയിരുന്ന സഹാബാ, അവര് തമ്മിൽ സ്നേഹത്തിന്റെ വല്ലാത്ത ഒരു നറുമണമായിരുന്നു. അവരുടെ ഉള്ളറകൾ പരസ്പരം അവർ അടുപ്പം ശ്രദ്ധിച്ചവരായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാ സഹോദരങ്ങളെ കണ്ടാ വഴിമാ ഇന്നും അതിന്റെ പിന്നിൽ ഒളിക്കുന്നുണ്ട്? സലാം പറയാനല്ല, വരുന്നവന്റെ തലയിൽ കെട്ടിന്റെ വലിപ്പം നോക്കിയിട്ട്, അവൻ ധരിക്കുന്ന കുപ്പായത്തിന്റെ വലിപ്പം നോക്കിയിട്ട്, അവന് പിടിച്ച കൊടിയുടെ നിറം നോക്കിയിട്ട്, അവന് വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ രാഷ്ട്രീയ ചിഹ്നം നോക്കിയിട്ട് മാറി മാറി സഞ്ചരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, എത്ര പ്രളയം വന്നാലും, എത്ര ഓക്കി വന്നാലും, എത്ര മഹാ വന്നാലും, എന്തെല്ലാം മാറി മാറി വന്നാലും നമ്മൾ പഠിക്കില്ലല്ലോ, പഠിക്കില്ലല്ലോ. സ്നേഹിക്കാൻ പഠിക്കേണ്ടവരാ, പരസ്പരം ഇഷ്ടപ്പെടാൻ നമ്മൾ പ്രവർത്തിക്കേണ്ടവരാ. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിം പെണ്ണിനോട്, മുസ്ലിം ചെറുപ്പക്കാരനോട് പറയുകയാണ്, അഫ്ശുസ്സലാം, പരസ്പരം നിങ്ങളെ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങളെ സലാം പറയണമെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ ചിന്തിക്കും, എന്നാ പിന്നെ നാളെ ഇതുവഴി പോകുമ്പോ ആൺകുട്ടികളോട് സലാം പറയട്ടെ, അത് വേണ്ട, എന്താ വേണ്ട, അത് പിന്നെ പറയാം, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്റെ സഹോദരങ്ങളെ, സഹാബത്ത് മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒളിക്കുമായിരുന്നു. എന്തിനാണ്? കാണുമ്പോ സലാം പറയണം. അപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോ സലാം പറയണ്ടല്ലോ. അപ്പൊ കാണുമ്പോ സലാം പറയണം. അതിന് ഇടയ്ക്കിടയ്ക്ക് അവർ ഒളിക്കും, എന്നിട്ട് വീണ്ടും മുന്നിൽ വന്നിട്ട് സലാം പറയും. എന്തൊരു വലിയ ആദരവായിരുന്നു അവർക്ക്. സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച്. എന്റെ സഹോദരങ്ങളെ, തീർച്ച നിങ്ങളോട് വൈരാഗ്യമുള്ള ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ നിങ്ങളുടെ ദേഷ്യമുള്ള ഒരാളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നാളെ സുബഹിക്ക് വരുമ്പോ അയാൾ വരുമെങ്കിൽ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്ക്. നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്ക്. എന്നിട്ട് അവന് സലാം മടക്കാതെ നിങ്ങളുമായിട്ട് പിണങ്ങി നിന്നാൽ നിങ്ങളുടെ ബാധ്യത അവസാനിച്ചു. നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ഇനി ഒരു വിഷമോ ഇല്ല. അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ ഒരു സമാധാനവും നിങ്ങൾ പറയണ്ട. നിങ്ങൾ കുറ്റക്കാരെ അല്ല, അവന് കുറ്റക്കാരനാണ്. അപ്പൊ നമ്മളൊരു സലാം അങ്ങോട്ട് പറയാ. അല്പമെങ്കിലും ഒരു 0.0% അവന്റെ ഹൃദയത്തിൽ ഈമാന്റെ എന്തെങ്കിലും ഒരു ചെറിയ കൈത്തിരുനാളമുണ്ടെങ്കിൽ, ഒരു ഇത്തിരി വെട്ടമുണ്ടെങ്കിൽ, അവൻ അതോടുകൂടി അവന്റെ പിണക്കം മാറ്റി വെക്കും. കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാൻ അത് അഫ്ശുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം പറയലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നും മഹാനായ അലി റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണുമ്പോൾ സലാം പറയും. നിങ്ങൾ നോക്ക്, കാരണം അവർ ഇന്നലെ വരെ സലാം പറഞ്ഞ് പരസ്പരം ഹൃദയം തമ്മിൽ അടുത്തതിന്റെ പേരിൽ ഒരിക്കൽ സലാം ഒന്ന് ഒഴിവാക്കി. എന്നാ അങ്ങോട്ട് പറഞ്ഞപ്പോ മടക്കാതിരുന്നു, അതൊന്നുമില്ല, മടക്കി. എന്നാ പോലും മനസ്സിന് മാറുന്നില്ല. നബിയെ, എന്റെ അലി എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല, എന്നും എന്നോട് സലാം പറയുന്നതാ, പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പരാതിയുമായിട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, ഐന അലി,
എവിടെ അലി, എവിടെ അലി, എവിടെ അലി, എവിടെ? പൊക്കം കറഞ്ഞ അലിയിൽ മുർത്തള ഓടി വരികയാണ്. ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. എന്താ നബിയെ വിളിച്ചത്? ഞാൻ ഹാളിറാണ് നബിയെ, ഞാൻ ഇവിടെ എത്തി നബിയെ. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, അലിയെ, ഇന്നലെ വരെ സിദ്ദീഖിനെ കാണുമ്പോ അങ്ങോട്ട് സലാം ചൊല്ലുകയിരുന്ന നീ എന്തുകൊണ്ടാണ് ഇന്ന് സലാം ചൊല്ലാത്തത്? ഇന്ന് സിദ്ദീഖ് ഇങ്ങോട്ട് സലാം ചൊല്ലിയതല്ലേ, എന്തു പറ്റി അലിയെ, എന്തു പറ്റി അലിയെ? ഇതങ്ങോട്ട് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. അലി റളിയല്ലാഹു അൻഹു പുണ്യപൂമാന്റെ റിസാലത്തിന്റെ കൈ പിടിച്ച് നെഞ്ചത്തേക്ക് ചേർത്ത് വെക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയെ, പിണക്കം കൊണ്ടല്ല, ഈ രാത്രിയിൽ ഞാൻ സ്വർഗ്ഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാർക്കതിനുത്തരം ആദ്യം സലാ പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. ഈ രാത്രിയിൽ ഞാൻ സ്വർഗ്ഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാർക്കതിനുത്തരം ആദ്യം സലാ പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. നബിയെ, ആദ്യം വന്ന് സലാം പറയുന്നവനുള്ള മഹത്വം ഞാൻ ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത്. ഇന്നലെയും ഞാൻ സിദ്ദീഖിനോട് സലാം ചൊല്ലിയിട്ട് ചെന്ന് കിടന്നല്ലോ. ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ പാതിരാത്രി ഞാൻ സ്വപ്നം കണ്ടു നബിയെ. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന ഒറ്റമുത്തിനാലുള്ള ഒരു വെള്ളക്കൊട്ടാരമാ. സുന്ദരമാണ് കാണാ. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോരു മനോഹാരിതയാ, എന്തോരു അഴകാ, എന്തോരു മനോഹരമാ. ഞാൻ ആ ഒറ്റമുത്തിനാലുള്ള ഒറ്റവിട്ട കൊട്ടാരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഞാൻ ആഗ്രഹിച്ചു പോയി അതിലൊന്ന് കയറാ. നോക്കുമ്പോൾ അതിന്റെ അടുത്ത് പാറാവുകാരനായ മാലാക നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കാണ്, ഈ കൊട്ടാരം ആർക്കാണെന്ന് ഞാൻ ചോദിക്കുമ്പോ അവിടെ നിന്ന് മലക്ക് വിളിച്ചു പറഞ്ഞു, അലിയേ, ഇത് ആദ്യം സലാം പറയുന്നവനല്ല കൊടുക്കുന്നതാ. ആദ്യമായിട്ടൊരു മുഅ്മിനിനെ കാണുമ്പോ അങ്ങോട്ട് ചെന്ന് സലാം പറയുന്നവനാ. ഞാൻ സ്വർണ്ണ കച്ചവടക്കാരനാണ്, അവന് മീൻ കച്ചവടക്കാരനല്ലേ. ഞാൻ അധികാരിയാണ്, അവന് ഭരണീയനല്ലേ. ഞാൻ പ്രസിഡന്റാണ്, അവൻ ഇവിടുത്തെ ആളല്ലേ. അതല്ലെങ്കിൽ ഞാൻ പ്രഭാഷകനാണ്, അയാള് പ്രസംഗം കേൾക്കാവുന്നതല്ലേ. ഈ ഒരു ചിന്തയില്ലാതെ അങ്ങോട്ട് ചെന്ന് സലാം പറയോ. ആ സലാം പറയുന്നവന് അള്ളാഹു കരുതി വെച്ചിരിക്കുന്ന ഒറ്റമുത്തിനാലുള്ള വെള്ളക്കൊട്ടാരം കണ്ടിട്ട് നബിയെ, എനിക്ക് അത്ഭുതം തോന്നി. ഇന്നലെ വരെയും ആ ഒറ്റമുത്തിനാലുള്ള വെള്ളക്കൊട്ടാരം എനിക്ക് കിട്ടിയില്ലേ, അത് ഞാൻ സ്വന്തമാക്കിയില്ലേ, അത് ഞാൻ സ്വായത്തമാക്കിയില്ലേ, അത് ഞാൻ സംശീകരിച്ചില്ലേ, അത് ഞാൻ ആവാഹിച്ചെടുത്തില്ലേ. എന്റെ അലിയിന് കിട്ടണ്ട നബിയെ. ഒന്നെങ്കിലും എന്റെ അലി, എന്റെ സിദ്ദീഖിന് കിട്ടണ്ടേ, ഒന്നെങ്കിലും എന്റെ സിദ്ദീഖിന് കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സലാം പറയാത്തതെന്ന്. ലോകത്തിന്റെ നായകന്റെ കോടതിയുടെ മുമ്പിൽ ചെന്ന്, അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട്, അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യ സലാം പറയാനും മടി കാണിക്കണ്ട. അധികാരത്തിൽ മുകളിലാകാ, പ്രശസ്തിയിലും പത്രാസിലും പവറിലും നമ്മൾ മുകളിലാകാ. പക്ഷേ നാളെ പടച്ചതമ്പുരാന് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കരസ്ഥമാക്കാൻ എന്റെ പെങ്ങന്മാരെ, നിങ്ങളുടെ സഹോദരിമാരെ കാണുമ്പോ ഒന്ന് അങ്ങോട്ട് ചെന്ന് സലാം ചൊല്ലണേ. നബിയുൽ ഹറമൈനി ഇമാമുൽ മുത്തഖീൻ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കലം എന്ന് പറയുന്ന സൃഷ്ടിയെ പടയ്ക്കുകയാണ്. അത്ഭുതകരമായ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ് കലം. സഹോദരങ്ങളെ, ഇന്നും തിരിച്ചറിയാൻ കഴിയാത്ത, ഇന്നും ചുരുളഴിയപ്പെടാത്ത ഒരു സമസ്യയാണ്. ഇന്നും ആർക്കും തന്നെ അതിന്റെ മേൽവിലാസം കുറിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ സൃഷ്ടികളാണ്. ലൗഹം എന്ന് പറയുന്ന സൃഷ്ടിയും, കലം എന്ന് പറയുന്ന സൃഷ്ടിയും, കുർസ് എന്ന് പറയുന്ന സൃഷ്ടിയും, അർശം എന്ന് പറയുന്ന സൃഷ്ടിയുമില്ല. ഇതെല്ലാം പടച്ചവന്റെ ഭീമാകാരമായ സൃഷ്ടികളാണ് എങ്കിൽ സഹോദരങ്ങളെ, കലമിനോട് അള്ളാഹു പറഞ്ഞത്രേ, ലൗഹിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒന്നാം കലിമ എഴുതാൻ പറയുമ്പോ സഹോദരങ്ങളെ, കലം എഴുതുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
കലം ലൗഹിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി സുബ്ഹാനല്ലാഹ്. ഈ എഴുത്തങ്ങ് കലമങ്ങ് അവസാനിപ്പിച്ചപ്പോ അല്ലാഹു കലമിനോട് പറഞ്ഞു, കലമേ തീർന്നില്ല, രണ്ടാം കലിമ എഴുത്, രണ്ടാം കലിമ എഴുതണം കലമേ, കലമേ രണ്ടാം കലിമ എഴുതണേ ലൗഹില്. അത്ഭുതത്തോടെ കലമ ചോദിച്ചു, പടച്ചവനെ ഒന്നാം കലിമ എനിക്കറിയാ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കറിയാൻ നീ മാത്രമേ ഉള്ളൂ എന്നാണ് കലിമകളിൽ ഒന്നാമത്തേത്. ഇനി രണ്ടാം കലിമ ഏതെന്ന് എനിക്കറിയില്ല. ആ സമയത്താണ് അല്ലാഹു കലമിനോട് പറഞ്ഞു, പത്രേ രണ്ടാം കലിമ ഏതെന്ന് നിനക്കറിയില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് രണ്ടാം കലിമ. സഹോദരങ്ങളെ, കലം ലൗഹിൽ എഴുതുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നൊരു വാഹനത്തിൽ അല്ലാഹ് എന്ന ഒരു സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചാൽ അടുത്ത സടയിൽ ഇറങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ മുഹമ്മദ് എന്ന സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചില്ലെങ്കിലും മനസ്സിനകത്ത് വേദനയാ. വീടിന്റെ ഒരു വാതിൽ അല്ലാഹ് എന്നെഴുതിയാൽ തൊട്ടപ്പുറത്ത് മുഹമ്മദ് എന്ന് എഴുതാറുണ്ട്. മുഹമ്മദിനെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയോ? മുഹമ്മദിനെ പറ്റി കുറ്റം പറയാ സൽമാൻ റുഷ്ദിമാരും അതുപോലെ തന്നെ തസ്ലിമാ നസ്രിമാരും വൃത്തികെട്ട ജാമിതമാരുമുള്ള കാലഘട്ടത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിന്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ ഉദാത്തമായ ഉന്നതമായ പരമോന്നതമായ ഈ മഹത്വം നമ്മൾ ജോനകപ്പുറത്തിന്റെ മണ്ണിൽ പറഞ്ഞാൽ ഇന്നലെ വരെ ഉള്ള ഈ മണ്ണിന്റെ മറുമണമല്ല ഇനിയുള്ളത്. ഇന്നു മുതൽ ഈ മണ്ണിനൊരു മാറ്റമുണ്ട്. എന്തുകൊണ്ടാ? ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ മണ്ണ, ഇവിടെ നൂറുകണക്കിന് സലാത്തുകൾ ചൊല്ലപ്പെട്ട മണ്ണ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകനെ പറ്റിയുള്ള കലിമ എഴുതുമ്പോ കലം ന്യായമായിട്ടും അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ ഈ മുഹമ്മദ് ആരാ, ഈ മുഹമ്മദ് ആരാ? ആ സമയത്താണ് അല്ലാഹ് കലമിനോട് പറഞ്ഞു, കലമേ ഈ മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ ലമാ ഖലഖ്തുക, നിന്നെ പോലെ ഞാൻ പടയ്ക്കുമായിരുന്നില്ല. അന്ന് അബ്ദുള്ളാഹുടെ മകനായി ആമിന ബീവിയുടെ മകനായി മക്കയിലെ നബി തങ്ങൾ ഭൂജാതരായിട്ടില്ല. എന്തിനേറെ അബുൽ ബശർ ആദം നബി പോലുമില്ല, ഹവ്വാ ബീവി പോലും ഗർഭം ധരിക്കാനില്ല. അല്ലാഹുവിന്റെ കലമെന്ന് പറയുന്ന സൃഷ്ടിയുടെ കാലഘട്ടത്തിലാണ് പറയുന്നത്. ആ സമയത്ത് കലമിനോട് അല്ലാഹു പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞു. ആ സമയത്ത് കലം വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? ഇവിടെ തകർത്തെറിയപ്പെടേണ്ടത് ബിദഈ പ്രസ്ഥാനങ്ങളുടെ കോട്ടകൊപ്പളങ്ങളാ, എന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് വേണ്ടെന്ന് പറയുന്നവരുടെ സിംഹാസനങ്ങളാ, അവരുടെ മനക്കോട്ടകളാണ് തകർത്തെറിയപ്പെടേണ്ടത്. അവിടെ നിന്നുകൊണ്ട് ഉറക്കെ ഉറക്കെ കലം വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കലം അവിടെ നിന്നുകൊണ്ട് ആദ്യമായി സലാം പറയുകയാ. പക്ഷേ മടക്കാൻ ആമിനാടെ പൊന്നുമോനില്ല, അബ്ദുള്ളാന്റെ പൊന്നുമോനില്ല. സഹോദരങ്ങളെ, ആരെങ്കിലും ഒന്ന് മടക്കണ്ടേ? കലം സലാം ചൊല്ലിയപ്പോൾ കലമിന് മറുപടി കൊടുത്തതാരാ? റബ്ബുൽ അലീമായ അല്ലാഹു മറുപടി കൊടുത്തു. അല്ലാഹു സലാം മടക്കുകയാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സൃഷ്ടിയായ കലം പറഞ്ഞ സലാം സുന്നത്താക്കി, സിട്ടാവ് മടക്കിയ സലാം നിർബന്ധമാക്കി. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സ്നേഹം കൂടാ. രണ്ടാമതായി ഹബീബ് പഠിപ്പിച്ചത് തഹാദ്ദൂ തഹാബൂ. നിങ്ങൾ ഹദിയ കൊടുക്കണേ, ഗിഫ്റ്റ് കൊടുക്കണേ, പാരിതോഷികം കൊടുക്കണേ, സമ്മാനം കൊടുക്കണേ, എന്നാ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകുമെന്നാണ്. സഹോദരങ്ങളെ, കാണുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ എത്ര വലിയ പിണക്കമുള്ളവന്റെ വീട്ടിലേക്കും 10 കിലോ ഓറഞ്ചുമാകിട്ടെന്ന് കടന്നു ചെന്ന് നോക്ക്. അതല്ലെങ്കിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു ചെറിയ അത്തർ പെർഫ്യൂമാകിട്ട് കടന്നു പോക്. ഇന്നും അറബികളുടെ ഇടയിലുള്ള ഒരു സമ്പ്രദായമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ മദീനത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു ഇമാമ് സുഖമില്ലാതെ കിടക്കുമ്പോ ആ ഇമാമിനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധ ഹറമുകളിലെ ഇമാമിയങ്ങൾ പോയത് ഒരു വലിയ സമ്മാനവുമായിട്ടാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഊദിന്റെ ഒരു അത്തറുമായിട്ടാണ്. സഹോദരങ്ങളെ, അറബികൾ അങ്ങനെ തന്നെയാണ്, പണ്ട് കാലങ്ങളിലും അങ്ങനെ തന്നെ. അള്ളാന്റെ ഹബീബിനെ കാണാൻ വേണ്ടിയിട്ട് ബഹ്റൈനിൽ നിന്നും ജോർദാനിൽ നിന്നും മിസ്റിൽ നിന്നും അതുപോലെ തന്നെ ഫാരിസിയിൽ നിന്നുമൊക്കെ വരുന്ന ആളുകളല്ല ഹബീബായ നബി തങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവരാറുണ്ട്.
പുതപ്പ് കൊണ്ട് കൊടുത്ത സഹാബത്തില്ലേ, അതുപോലെ അപ്പ കൊടുത്തവരില്ലേ, മനോഹരമായ ഈത്തപ്പഴം കൊണ്ട് കൊടുത്തവരില്ലേ, ആടിന്റെ ഇറച്ചി പൊരിച്ചിട്ട് കൊണ്ട് കൊടുത്തവരില്ലേ, ഇതെല്ലാം അള്ളാന്റെ റസൂൽ എടുത്തിട്ട് ബാക്കി കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരെന്നറിയോ? അള്ളാന്റെ ഹബീബിന്റെ മദീനത്തെ പള്ളിയുടെ തൊട്ടുപുറകിൽ ഒരു ഉയർത്തി കെട്ടിയ ഒരു പ്രദേശമുണ്ടായിരുന്നു. അവിടെ കഴിയുന്ന അന്തേവാസികളായ, പള്ളിയിലെ അന്തേവാസികളായ അഹ്ലു സുഫത്തിനാണ്, സുഫത്തിന്റെ അഖിലുകാർക്കാണ് അത് കൊടുത്തിരുന്നത്. അബൂ ഹുറൈറ അടക്കമുള്ള സഹാബാക്കൾ അഹ്ലു സുഫയിൽപ്പെട്ടവരാ. സഹോദരങ്ങളെ, അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പരസ്പരം സമ്മാനങ്ങൾ കൊടുത്താൽ സ്നേഹം വർദ്ധിക്കുമെന്ന നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അമീൻ മൗലവി ഉസ്താദ് പറഞ്ഞതുപോലെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പലായനം ചെയ്തു പോയ സഹാബാ, മദീനക്കാരനായ കൃഷിക്കാരനായ ഒരാളുടെ കൈ പിടിച്ചിട്ട് മക്കയിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരനായ സഹാബിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങളൊരു ഉമ്മയും ബാപ്പയും പെറ്റ മക്കളാണ്, ഇനി നിങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ മക്കക്കാരനെയും മദീനക്കാരനുമായിട്ട് പരസ്പര സൗഹാർദ്ദം സൃഷ്ടിച്ചു സഹോദര ബന്ധം അല്ലാഹുവിന്റെ റസൂൽ സ്ഥാപിക്കുമ്പോ മക്കയിൽ നിന്ന് വന്ന കച്ചവടക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി സഹോദരനായി ആരെയാണ് കിട്ടിയതെന്നറിയോ? ഇവിടത്തെ ഒന്നാം നമ്പർ കൃഷിക്കാരനായ സഅദ് ഇബ്നു റബീഅ, മദീനക്കാരനായ സഅദ് ഇബ്നു റബീഅ. അദ്ദേഹത്തിന് കൂട്ടുകാരനായി കിട്ടിയത് മക്കക്കാരനായ കച്ചവടക്കാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ. നിങ്ങൾ അറിയണേ സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് സഅദ് ഇബ്നു റബീഅ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സഹോദരനാണെന്ന് പ്രഖ്യാപനം വന്നപ്പോ മഹാനായ സഅദ് ഇബ്നു റബീഅ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചിട്ട് നേരെ കൊണ്ടുപോയത് വലിയ ഒരു തോട്ടത്തിലാണ്. മനോഹരമായ തോട്ടമാണ്, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടമാണ്. ആ ഈത്തപ്പനകൾ കുലച്ചു നിൽക്കുന്ന ഈത്തപ്പന തോട്ടങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി സഅദ് ഇബ്നു റബീഅ പറഞ്ഞതെന്തെന്നറിയോ? ഈ അബ്ദുറഹ്മാനേ, ഈ രണ്ട് തോട്ടം എന്റെ തോട്ടമാണ്. എന്റെ തോട്ടത്തെ പോലെ മനോഹരമായ തോട്ടമുള്ള ആരും മദീനത്തില്ല. ഏറ്റവും നല്ല വിളവെടുപ്പുള്ള രണ്ട് തോട്ടമാണ് അബ്ദുറഹ്മാൻ. ഈ രണ്ട് തോട്ടങ്ങളിൽ നിനക്ക് ഇഷ്ടപ്പെട്ടതേതാ? അത് നീ ഒന്ന് ചൂണ്ടിക്കാണിക്കുവോ? അത് ഞാൻ നിനക്കങ്ങ് തന്നേക്കാ, അത് ഞാൻ സൗജന്യമായി നിനക്കങ്ങ് തന്നേക്കാ. എന്റെ വാപ്പാന്റെ ഉമ്മാന്റെ മോനായിരുന്നെങ്കിൽ ഞാനത് നിനക്ക് തരണമല്ലോ. ഇപ്പൊ റസൂലുള്ള അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ആ തോട്ടം നിനക്ക് തന്നേക്കാ. രണ്ടാമതായി സഅദ് ഇബ്നു റബീഅ പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുന്നു, ഇബ്നു ഔഫേ, എന്റെ വീട്ടിൽ രണ്ട് ഭാര്യമാരുണ്ട്. എന്റെ രണ്ട് ഭാര്യമാരുണ്ട്. അതിൽ സുന്ദരിയായ ഭാര്യ ഞാൻ മൊഴി ചൊല്ലിയിട്ട് നിനക്ക് തന്നേക്കാ. നിനക്ക് ഞാൻ അങ്ങ് തന്നേക്കാ. 485 കിലോമീറ്റർ അപ്പുറത്ത് മക്കയിൽ നിന്ന് ബക്കയിൽ നിന്ന് യസ്രിബ് എന്ന മദീനത്തേക്ക് കാൽനടയായി ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്തും വന്ന മുഹാജിരീങ്ങളായ പലായനം ചെയ്തു വന്ന മക്കക്കാർക്ക് മദീനക്കാര് കൊടുത്ത ഗിഫ്റ്റാണ്, സമ്മാനമാ. ആ സമയത്ത് ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? സഅദ് ഇബ്നു റബീഅയോട് പറഞ്ഞു, സഅദേ, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സ്വത്തിലും അല്ലാഹ് ബറക്കത്ത് തരട്ടെ. ഇവിടത്തെ ഏതാണ് മാർക്കറ്റ് എന്നൊന്ന് കാണിച്ചു തന്നാ മതി. അങ്ങനെ മാർക്കറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കയ്യിൽ കരുതി എന്തോ വെച്ച് കച്ചവടം ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മദീനത്തെ ഏറ്റവും വലിയ മുതലാളിയായി ഇബ്നു ഔഫ് മാറി. സഹോദരങ്ങളെ, ഏത് ഇബ്നു ഔഫാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ പോകാ 10 പേർക്ക് സുവിശേഷം കൊടുത്ത, സ്വർഗ്ഗത്തിന്റെ പാസ് ദുനിയാവിൽ വെച്ച് കൈമാറിയ ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാൻ ദിൽ കറമി സഈദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. പത്താമനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മുതലാളിയാകത് മാർക്കറ്റിൽ ഇറങ്ങി കച്ചവടം ചെയ്തിട്ടാ. പക്ഷെ മദീനക്കാര് പറഞ്ഞു, നിനക്ക് ഞാൻ തോട്ടം
തോട്ടം തരാം, എന്റെ ഭാര്യ തരാം, എന്തും തരാം. എന്റെ സഹോദരനല്ലേ. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, മൂന്നാമതായി നമുക്ക് വേണ്ടതെന്തെന്നറിയോ? ചുരുക്കി പറയുകയാ. ചുരുക്കി ഞാനൊന്ന് പറയട്ടെ. ഇന്ന് ഉദ്ഘാടന ദിവസമല്ലേ, നാളെ നമുക്ക് നന്നായിട്ട് വയല് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരാ, സ്നേഹം നമുക്ക് പരസ്പരം ഊട്ടി ഉറപ്പിക്കപ്പെടാൻ മൂന്നാമതായി റസൂലുള്ള പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാമിന അബ്ദിനി യദഊ ലി അഖീഹി ബിൽഹിരിൽ ഗൈബി ഇല്ലാ ഖാലൽ മലകു ആമീൻ വലക ബിമിസ്ൽ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, ഞാൻ അങ്ങ് തിരുവനന്തപുരത്തുകാരനാണ്, നിങ്ങൾ കൊല്ലത്തുകാരാണ്, നിങ്ങൾ ഞാൻ ഇല്ലാത്തപ്പോ ദുആ ചെയ്തു എന്നാൽ അതല്ലെങ്കിൽ പോട്ടെ, ഞാനൊന്ന് തിരിച്ചു പറയാ. നാളെ ഞാൻ പ്രസംഗിക്കുന്നത് തലച്ചിറയിലാണ്. സഹോദരങ്ങളെ, തലച്ചിറയിൽ നാളെ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോ, ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലാണ്. ഇന്ന് ഞാൻ മാന്നാറുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഞാൻ ചെന്നിട്ട് ഇന്നത്തെ പോട്ടെ, കാരണം ഇന്ന് ലൈവ് ഉള്ളത് കൊണ്ട് മാന്നാറുകാരെങ്കിലും കാണുമല്ലോ, അപ്പൊ അവരെ പറ്റി ദുആ ചെയ്തപ്പോ എനിക്ക് എന്തെങ്കിലും മഹത്വം കിട്ടിയാലോ എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നേക്കാ. നാളെ തലച്ചിറയിലാണ്, ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നു. നാളെ തലച്ചിറയിൽ ചെന്ന് ലൈവൊന്നുമില്ല, ലൈവായിട്ട് ടെലികാസ്റ്റിംഗ് ഒന്നുമില്ല. നിങ്ങൾ ഞാൻ അവിടെ ദുആ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജോനകപ്പുറത്തുകാരറിയൂല. പക്ഷേ ഞാൻ നാളെ ചെന്നിട്ട് അവിടെ ദുആ ചെയ്യുന്നു, റബ്ബേ, ഇന്നലെ ഞാൻ പ്രസംഗിച്ച ജോനകപ്പുറത്ത് എന്റെ കൂട്ടുകാരന്റെ നാട്ടുകാരന്റെ രക്ഷകർത്താക്കൾ എന്റെ പെങ്ങന്മാർക്ക് നീ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള മോചനം നൽകണമല്ല എന്ന് ഞാൻ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ, നബി തങ്ങൾ പറയുകയാണ്, ഇല്ലാ ഖാലൽ മലകു ആമീൻ. ആ സമയത്ത് അല്ലാഹു വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒരു മലക്കിനെ ഇറക്കുകയാ. ആ മലക്കിറങ്ങി വന്ന് എന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് പറയുന്നു പത്രേ, ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവേ, ഈ ദുആനെ സ്വീകരിക്കണേ, അവർക്ക് എല്ലാ രോഗശമനവും കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ മലക്ക് പറയുന്നൊരു വാക്കുണ്ട്, വലക ബിമിസ്ൽ. മോനെ, നിനക്കും അല്ല രോഗശിഫയാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ അസാന്നിധ്യത്തിലും മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്കൊന്നും കുറയാനില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ജോനകപ്പുറത്തുകാരാ നിങ്ങൾക്കത് ലഭിക്കുമെന്നാ. അതുകൊണ്ട് മൂന്നാമതായ സ്നേഹം നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ടത് അദ്ദുആ, പരസ്പരം നിങ്ങൾ ദുആ ചെയ്യലാണ്. അല്ലാഹു ആരോടാണ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞതെന്നറിയോ? നമ്മൾ തമ്മിൽ കാണുമ്പോ നമ്മളോട് അള്ളാഹിനെ പറ്റി പറയുന്നവരാകണം, നമ്മളില്ലാത്തപ്പോ നമ്മളെ പറ്റി അള്ളാഹിനോട് പറയുന്നവനാകണം. അവരോടാ കൂട്ടുകൂടേണ്ടത്. നാലാമതായി റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇഖ്ബാറുഹു ഇദാ അഹബ്ബ അർ-റജുലു അഖാഹു ഫൽയുഖ്ബിറുഹു തഹാബബതും. റവാഹു അബൂ ദാവൂദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ അഹബ്ബ അർ-റജുലു അഖാഹു, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. എടാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിവരം കൊടുക്കണം. മറ്റൊരു മുസ്ലിമിന് ഏതുപോലെയാണ്? കൽ ജസദി, ശരീരം പോലെയാണ്, ശരീരം പോലെയാ. പണ്ട് കാലങ്ങളിൽ പഠിച്ച ഹദീസാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദി. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ശരീരം പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് ജോനകപ്പുറത്തുകാർക്കറിയോ? ഇത് കാണുന്ന MFIP-യുടെ ലൈവിലൂടെ കാണുന്നവർക്കറിയോ? എനിക്കൊരു സന്തോഷം വന്നാൽ നിങ്ങൾ അതിൽ സന്തോഷിക്കണം. ഇല്ലെങ്കിൽ എന്ത് മുസ്ലിമാ, എന്ത് മോമിനാ? അത് കാശ്മീരാണെങ്കിലും ശരി, അത് ബംഗാളാണെങ്കിലും ശരി, അത് പാകിസ്ഥാൻ ആണെങ്കിലും ശരി, ബറാക് ഒബാമയുടെയും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെയും ബിൽ ക്ലിന്റന്റെയും അമേരിക്കയാണെങ്കിലും ശരി. എന്റെ സഹോദരങ്ങളെ, നമുക്കൊരു വിഷമം വന്നാൽ അമേരിക്കൻ മുസ്ലിമിന് വിഷമമുണ്ട്, അവിടുത്തെ ഒരു മുസ്ലിമിന് ഒരു വേദന വന്നാൽ നമുക്കും ആ വിഷയത്തിൽ വേദനയുണ്ട്. ഇത് പറയുമ്പോൾ ആരും വർഗീയമായി ചിന്തിക്കരുത്. ഇവിടത്തെ ഒരു ഹിന്ദു സഹോദരൻ ഇവിടത്തെ തട്ടമിട്ട ഉമ്മയുടെ മകനിട്ട മറിഞ്ഞു വീണാൽ ഇവിടത്തെ പൊട്ടുതൊട്ട അമ്മയുടെ മകനായി എടുക്കേണ്ടത്, ഇവിടത്തെ കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനായി എടുക്കേണ്ടത്. ഇവിടെ വർഗീയതയൊന്നുമില്ല. കോയമ്പത്തൂരിൽ സുജിത്ത് എന്ന് പറയുന്ന 2 വയസ്സുകാരനായ പൊന്നുമോൻ ബോർവെല്ലിലേക്ക് വീണുപോയപ്പോൾ 2 കൈയും മുകളിലേക്ക് പിടിച്ചിട്ട് ബോർവെൽ കുഴൽക്കിണറകത്ത് കിടന്ന് നിലവിളിച്ചപ്പോൾ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ കുതിപ്പ് നടത്തുന്ന രാജ്യത്ത് ചന്ദ്രനിൽ
തട്ടുകട തുടങ്ങാൻ നോക്കുമ്പോൾ, അവിടെ മുട്ട ബുൾസയും ഓംലെറ്റും അടിക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടെ തട്ടുകടകളും 5 സ്റ്റാറുകളും നടത്താൻ ശ്രമിക്കുമ്പോൾ, കാൽ ചുവട്ടിലെ പാവപ്പെട്ട സുജിത്തെന്ന പൊന്നുമോൻ മരിച്ചോ എന്നറിയാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ത്യ രാജ്യത്തിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. സമാന്തരമായിട്ട് കുഴികുട്ടിയിട്ട് പാവപ്പെട്ട സുജിത്ത് എന്ന് പറയുന്ന പൊന്നുമോന്റെ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുഴുവരിച്ച് നാറ്റം വെച്ചിരുന്നു. സഹോദരങ്ങളെ, പാവപ്പെട്ട അമ്മ തന്റെ മകൻ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് കണ്ടപ്പോൾ സഞ്ചി തച്ച് ജീവിക്കുന്ന, തുണിസഞ്ചി തച്ച് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മ, ആ അമ്മയുടെ ആഗ്രഹമായിരുന്നു 2 വയസ്സ് ജീവിച്ചെങ്കിലും 20 വർഷത്തിന്റെ എല്ലാ കളികളും നടത്തിപ്പോയ സുജിത്ത് എന്ന പൊന്നുമോൻ. ആ പൊന്നുമോന് ഹിന്ദു കുടുംബത്തിൽ പിറന്ന, ഹൈന്ദവ ദമ്പതിമാർക്ക് പിറന്ന സുജിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ കുഴൽ കിണറിൽ വീണപ്പോൾ ആ തമിഴ്നാട്ടിലെ പള്ളികളിൽ പാതിരാ നമസ്കാരം നടന്നു. അവിടുത്തെ മുസ്ലിം കുട്ടി വീണുപോയതിന്റെ പേരിലല്ല, അവിടുത്തെ ഒരു ഹിന്ദു കുട്ടി വീണുപോയപ്പോൾ അവിടുത്തെ പള്ളികളിൽ പാതിരാ നമസ്കാരം നടത്തി, തഹജ്ജുദ് നമസ്കാരം നടത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ സ്വീകരിച്ചില്ല. ആ പൊന്നുമോൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. എവിടാണ് കേരളത്തിൽ വർഗീയതയുള്ളത്? എവിടാണ് കേരളത്തിൽ മത വിദ്വേഷമുള്ളത്? ഒന്നുമില്ല. ഈ കേരളത്തിൽ അങ്ങനെ വരുന്ന ആളുകളെ പാഠം പഠിപ്പിക്കാൻ ദൈവത്തിന്റെ നാടാ, അത് വെറുതെ കിട്ടിയ പേരല്ല, ദൈവത്തിന്റെ നാടാ. പിശാചുക്കൾക്ക് പ്രവേശനമില്ല, പിശാചുക്കൾക്ക് പ്രവേശനമില്ല. ഇത് സാക്ഷര കേരളമാണ്. ഇവിടെ പ്രബുദ്ധരാണ് കേരളത്തിന്റെ ആളുകൾ. ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇവിടെ ഐക്യപ്പെട്ട് കഴിയണം. ഇവിടെ സന്തോഷത്തോടെ ബാങ്കുലിയും ശങ്കുലിയും മണിനാഥവും മുഴങ്ങണം. അതിന് ഈ കേരളം നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. നമുക്ക് ഇന്ത്യക്ക് തന്നെ കേരളം മാതൃകയാണ്. ലോകത്തിന് തന്നെ ഖൈറുള്ള എന്ന് പാടി വിശേഷിപ്പിച്ചത് സൗദിയെ പറ്റിയല്ല, ഖത്തറിനെ പറ്റിയല്ല, ബഹ്റൈനെ പറ്റിയല്ല, കുവൈറ്റിനെ പറ്റിയല്ല, ഷാർജയെ പറ്റിയല്ല, കേരളത്തിനെ പറ്റിയിട്ട് അറബികൾ വിളിച്ചു ഖൈറുള്ള. അതാണ് കേരളം. അതാണ് പിന്നീട് കേരളമായത്. ചേരമാൻ ഭരിച്ച ചേര പ്ലസ് ചേരളം, അതാണ് കേരളമായതെന്ന് പറയുന്നുണ്ട്. കേരം തിങ്ങള നാട് കേരളം എന്ന് പറയുന്നുണ്ട്. മലയാള ഭാഷാ നിഘണ്ടുകളിൽ പലതും കൊടുക്കുന്നുണ്ട്. അതൊന്നും അല്ലെന്നാ നമ്മൾ പറയുന്നത്. ഖൈറുള്ള എന്ന അറബികൾ ഓമന പേരിട്ട് വിളിച്ചു. അതാണ് പിന്നെ ഖൈറുള്ള ആയി കേരളമായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊന്ന് സ്നേഹിക്കാം. മുസ്ലിമിനെ മാത്രമല്ല, എല്ലാവരും സ്നേഹിക്കാം. എല്ലാവരും നമ്മളോട് സ്നേഹിക്കട്ടെ, പരസ്പരം സന്തോഷത്തോടെ. ഇവിടെ എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും ചിലപ്പോൾ ഈ വാഴ കേൾക്കാൻ നമുക്കറിയാൻ പറ്റുമോ? എത്ര സ്ഥലങ്ങളിൽ അവർ സഹകരിക്കുന്നത്. നല്ലവരാണ് എന്റെ സഹോദരങ്ങളെ. ഇവിടുത്തെ ഹിന്ദുക്കൾ പോലും ഇവിടുത്തെ വർഗീയ ശക്തികളുടെ പേരിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിമിനെ എല്ലാ കൂട്ടക്കശാപ്പ് നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ. മതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തളച്ചിടപ്പെട്ടു പോയ പിന്നോക്ക വിഭാഗം ജനങ്ങളെയാണ് ഇവിടെ ക്രൂരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒന്ന് സ്നേഹിക്കാം, നമുക്ക് സ്നേഹിക്കാം. അതിന് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം ഒന്ന് പറയും. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ഈ റബീഉൽ അവ്വലിന് അവരുടെ സാന്നിധ്യത്തിൽ മുഴുവൻ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെയും സാക്ഷിയാക്കിയിട്ട് ആദരണീയനായ കടക്കൽ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് ഫെഡറേഷന്റെ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയുടെ നബിദിനാഘോഷത്തിന്റെ നബിദിന മുഖ്യ പ്രഭാഷണം ഈ വിനീതനാണ്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് വിളിച്ചു. ഞാൻ പോയി. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ പുനലൂരും പ്രസംഗിച്ചിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ പോയെന്നറിയിക്കാൻ വേണ്ടിയിട്ടല്ല. മുഴുവൻ ഹിന്ദുക്കളെയും നമ്മൾ കത്തുകൊടുത്ത് ക്ഷണിക്കണം, മുഴുവൻ ക്രിസ്ത്യാനികളെയും നമ്മൾ ക്ഷണിക്കണം. എന്നിട്ട് അവരെ വേരിലിരുത്തണം, അവരെ ആദരിക്കണം. എന്നിട്ട് നമ്മൾ ഹബീബിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ റസൂലിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അവർ പഠിക്കട്ടെ. പാപങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കതിന്റെ ബാധ്യതയില്ലേ സഹോദരങ്ങളെ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സ്നേഹം ഒന്ന് പരസ്പരം. അല്ലാതെ അവൻ കൊള്ളട്ടെ, മുസ്ലിം അല്ലേ അവൻ കൊള്ളട്ടെ, ഹിന്ദു അല്ലേ അവൻ കൊണ്ടോട്ടെ, അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? പണ്ട് എലിപ്പെട്ടിയുമായിട്ട് മുതലാളി വന്നു. എലിപ്പെട്ടിയും കൊണ്ടാ വന്നത്. എലിപ്പെട്ടിയും കൊണ്ട് വന്നപ്പോ എലിപ്പെട്ടി എന്തിനാ കൊണ്ട് വരുന്നത്? പൈസ ഇട്ട് വയ്ക്കാനല്ലോ, എലിയെ പിടിക്കാനല്ലേ. അപ്പോ എലി നോക്കുമ്പോൾ മുതലാളി എലിപ്പെട്ടിയുമായിട്ട് വരുന്നു. ഈ എലി പെട്ടെന്ന് നേരെ ചെന്നിട്ട് പാമ്പിനെ കണ്ടു വഴിയിൽ വെച്ച്. പാമ്പേ ബുഖാരിലുണ്ടോന്ന് ചോദിച്ചോളൂ, ഇത് കഥയാണ്. നേരെ പാമ്പിനോട് എന്നിട്ട് പറഞ്ഞു, പാമ്പെ രക്ഷപ്പെടുത്തണം. കാരണം എന്താണ്? മുതലാളി എലിപ്പെട്ടിയും കൊണ്ട് വരികയാണ്, ഞാനിപ്പോ പിടിക്കപ്പെടും. പാമ്പ് പറഞ്ഞു, ഇത്രയും വലിയ എന്നെ പിടിക്കാൻ എലിപ്പെട്ടിക്ക് പറ്റൂലല്ലോ, നീ എന്നെ പെട്ടോ, ഞാൻ പോവാന്ന് പറഞ്ഞു. പോയി കുറച്ചു കഴിഞ്ഞ് നേരെ എലി പോയത് ആടിന്റെ അടുത്താണ്. വീടിന്റെ പുറകിൽ ആട് കെട്ടിയിരിക്കാൻ. ആടെ രക്ഷപ്പെടുത്തണം. ആട് പറഞ്ഞു, ഞാനല്ല, നീയല്ലേ പേടിക്കേണ്ടത്, എനിക്കിപ്പോ എന്താ പ്രശ്നം, നീ അനുഭവിച്ചോളാൻ പറഞ്ഞു. നേരെ അപ്പുറത്ത് പുറത്ത് കെട്ടിയിരിക്കുന്ന പോത്തിന്റെ അടുത്ത് ചെന്നു. പോത്തെ രക്ഷപ്പെടുത്തണം. പോത്ത് പറഞ്ഞു, പോടാ നിന്റെ ജോലി നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ എലി ആരും കാണാതെ തട്ടിന്റെ പുറത്ത് കയറി ഒളിച്ചിരുന്നു. ആ സമയത്ത് മഴ പെയ്തു, കരണ്ട് പോയി. അപ്പോഴേക്കും എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു മുതലാളി. പെട്ടെന്ന് ടപ്പ് എന്ന് ശബ്ദം കേട്ടു. അയാൾ വന്ന് എലി പിടിക്കപ്പെട്ടു എന്നും പറഞ്ഞ് കൈയിട്ട് നോക്കി. പക്ഷെ പാമ്പിഴഞ്ഞു പോയപ്പോ അതിനകത്ത് പെട്ടുപോയതാ. പാമ്പിഴഞ്ഞു പോയപ്പോ അതിനകത്ത് പെട്ടുപോയി. ഉടനെ പാമ്പ് ഇയാളെ കൊത്തി. കറണ്ട് വന്നു, മഴ തോർന്നു, ആളുകൾ നിലവിളിച്ചു. ഇയാളെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി.
ആശുപത്രി കൊണ്ടുപോയി ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നു. ആദ്യം വന്ന് എലി പറഞ്ഞാലെടുത്ത പാമ്പിന്റെ അടുത്ത്. ഇപ്പൊ പാമ്പിന്റെ അവസ്ഥ മറുകയാ, ചത്തുപോയി. അതിനെ കൊന്നു. നേരെ ഇയാൾ ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെടുത്താം, പക്ഷെ അജമാംസ രസായനം കൊടുക്കണം. ആടിന്റെ സൂപ്പ് കൊടുത്താൽ ഇയാളെ രക്ഷപ്പെടുത്താം. ഉടനെ ബന്ധുക്കൾ പറഞ്ഞു വീട്ടിൽ ആടുണ്ട്, തട്ടിയേക്കാൻ പറഞ്ഞു. ആടിനെ അറുത്ത് സൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇയാൾ മരിച്ചു, കാക്ക മരിച്ചു. അപ്പോഴേക്ക് ഉടനെ ആളുകളൊക്കെ പറഞ്ഞു എന്തായിരുന്നാലും പാമ്പടിയായിട്ട് അറിഞ്ഞിട്ട് വന്നതല്ലേ, ഇനിയിപ്പോ എന്തായാലും മരിച്ചു, 3-ാം പാത്തി കഴിഞ്ഞ് പോവാ, അതുകൊണ്ട് 3-ാം പാത്തിക്ക് എല്ലാവരും കൂടുന്നതല്ലേ, നമുക്ക് നല്ല ബിരിയാണിയൊക്കെ വെക്കണം, പോത്തിനെ വീട്ടിൽ കൊണ്ട് കണ്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോത്തിനെ കണ്ടിച്ചു. അപ്പൊ പാമ്പും പോയി, ആടും പോയി, കാക്കായും പോയി, പോത്തും പോയി. അപ്പോഴും എലി എവിടെ ഉണ്ട്? തട്ടിന്റെ പുറത്തിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. മുസ്ലിം പറയും ഹിന്ദുവിനല്ലേ അനുഭവിച്ചോടാ, ഹിന്ദു പറയും ക്രിസ്ത്യാനിക്കല്ലേ അനുഭവിച്ചോടാ. അവസാനം ഈ വർഗീയ വിഷം നമ്മളെ ഓരോരുത്തരെയും ഒന്നാകെ വിഴുകുമ്പോൾ കേരളം എന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. പിന്നെ 4 മൂലയാണ് ഹജറുൽ അസ്വദിനുള്ളത്. 4 മൂല, റുക്കുനുൽ യമാൻ, റുക്കുനുൽ ഹജർ, റുക്കുനുൽ ഇറാഖ്, റുക്കുനുൽ ഷാം. ഈ 4 മൂലകളിൽ ഇറാഖികൾ റുക്കുനുൽ ഇറാഖിലേക്ക്, ഷാമികൾ റുക്കുനുൽ ഷാമിലേക്ക്, യമനികൾ റുക്കുനുൽ യമാനിലേക്ക്. പക്ഷെ ഇന്ത്യക്കാർ തിരിഞ്ഞു നമസ്കരിക്കുന്ന ഭാഗം റുക്കുനുൽ ഹജറിലേക്കാണ്. നമ്മളിപ്പോ 5 നേരം തിരിഞ്ഞു നിസ്കരിക്കുന്ന വെറും കഅബയിലേക്കല്ല, ആ കഅബയിൽ ഹജറുൽ അസ്വദ് ഇരിക്കുന്ന മൂലയ്ക്കാണ് നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത്. അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യം എത്ര വലുതാണ്. അതുകൊണ്ട് സ്നേഹം ഒന്ന് പരസ്പരം പറഞ്ഞ് നമ്മളത് ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. 5-മതായി ഞാൻ ചുരുക്കി പറയാ, 5-മതായി റസൂലുള്ള പറയുകയാണ് സുർഗിബാ തസ്ദദു ഹുബ്ബാ. 5-മതായിട്ട് സിയാറത്താണ്, മരിച്ചിട്ട് പോകലല്ല സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോ പോകലാണ്. സ്നേഹം കൊടുക്കേണ്ടത് ശരീരം തണുക്കുമ്പോഴല്ലടാ, സ്നേഹം കൊടുക്കേണ്ട ശരീരത്തിൽ ചൂടുള്ളപ്പോഴാണ്. മരിച്ച ശരീരം തണുത്തു, അതുവരെ മനുഷ്യന് ചൂടുള്ളൂ. തണുത്ത് വിറച്ച് കിടക്കുന്ന ശരീരത്തിന് എന്തിനാടാ സ്നേഹം കൊടുക്കുന്നത്? ചൂടുള്ളപ്പോ കൊടുക്ക് നീ. ആ ചൂടും നീയേക്ക്, നീ സ്നേഹിക്ക്, ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്ക്. അല്ലാതെ രാഷ്ട്രീയക്കാരൻ മരിച്ചുപോയി ആർക്കും സങ്കടം തോന്നല്ലേ? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ ഇമാമ് കടക്കൽ ഉസ്താദാണ്. 56 വർഷം കൊണ്ട് കടക്കൽ ഉസ്താദ് ഞങ്ങളുടെ ഇമാമാണ്. ജോനകപ്പുറം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മറക്കാറില്ല, കേരളത്തിലും മറക്കാൻ കഴിയില്ല. ഒരുപക്ഷേ കൊടുങ്ങല്ലൂർ പോലെ, പൊന്നാനി പോലെ, ഒരുപക്ഷേ അതിനപ്പുറത്തെന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളത് പറയാത്തതൊരു പ്രശ്നത്തിനില്ലാത്തത് കൊണ്ടാണ്. അത്രയും മഹത്വമുള്ള ജോനകപ്പുറത്ത് ഞാൻ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് പടച്ചോനെ, നിനക്ക് ലൊഹറ 4 എന്നുള്ളതൊന്നും 3 നിസ്കരിച്ചോട്ടെ, 1 പൊരുത്തപ്പെടുവോ? അസർ ഞാൻ 1 കയറ്റി 5 ആക്കിക്കോളാം എന്ന് പറഞ്ഞാല് പടച്ചോന് വേണ്ട, നിന്റെ 5ഉം വേണ്ട, നിന്റെ 3ഉം വേണ്ട, 4 മതി. അള്ളാഹ്ക്ക് 3 വേണ്ട, അള്ളാഹ്ക്ക് 5 വേണ്ട. സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് 4 തന്നെ മതി. എന്നാൽ പടച്ചവനെ, എനിക്ക് കണ്ണൂരുള്ള ഒരാളിനെ കാണാൻ പോണ എന്റെ സുഹൃത്താണ്, ഗൾഫിൽ വെച്ചുള്ള കൂട്ടാണ്. എന്തൊരു സ്നേഹമാണ്. ഞാൻ എങ്ങനെ പോകും? കൊല്ലത്ത് നിന്ന് ട്രെയിൻ വിടുന്നത് 12 മണിക്കാണ്. ഇവിടെ ലൊഹർ നിസ്കരിച്ചു കൊണ്ട് നിന്നാൽ എനിക്ക് ആ ട്രെയിൻ കിട്ടൂല. അല്ല പറഞ്ഞു, പൊന്നുമോനെ, ലൊഹർ നീ നിസ്കരിക്കണ്ടടാ, നിസ്കരിക്കണ്ട, നീ അവിടെ ചെന്നിറങ്ങൂലേ. എന്നിട്ട് അസർ നിസ്കരിക്കുമ്പോ നീ കൂടെ ലൊഹർ അങ്ങ് നിസ്കരിച്ചാ മതി. അല്ലാഹുവേ, അവിടെ ചെന്നാൽ ഈ 4 8 എങ്ങനെ നിസ്കരിക്കും? സമയമില്ലല്ലോ. അല്ല പറഞ്ഞു, വിഷമിക്കണ്ടടാ, നീ 2 വെച്ച് 4 നിസ്കരിച്ചാ മതി, കസറും കൂടെ ആക്കിക്കോ. സഹോദരങ്ങളെ, അല്ലാഹു തആല ഉറൂസിന്റെ പേരിലും മതപ്രസംഗത്തിന്റെ പേരിലും നബിദിന റാലിയുടെ പേരിലും 2 ആക്കാനും 4 ആക്കാനും പറഞ്ഞില്ല. മറിച്ച് ഒരാളെ കാണാൻ പോകാ, തന്റെ സുഹൃത്തിനെ ഒന്ന് സന്ദർശിക്കാൻ പോകുന്നവന് അല്ലാഹു ജമ്മും കസറും അനുവദിച്ചിട്ടുണ്ട്. ഹലാലായ യാത്രയാണ്. ഒരു മനുഷ്യൻ ഇറങ്ങി നടന്നു കൂട്ടുകാരനെ കാണാൻ. ആ സമയത്താണ് ഒരു മനുഷ്യനെ ഇടയ്ക്ക് വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടാണ്? അടുത്ത നാട്ടിലെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നു. നിനക്കും അയാളും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ? ഇല്ല, ഞാനും അയാളും തമ്മിൽ യാതൊരു സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല. ആ സമയത്ത് ചോദിച്ചു, ഈ വന്നയാള് ചോദിച്ചു, നിനക്കെന്താ ഇത്ര ഇഷ്ടം അയാളോട്? ആ സമയത്ത് എനിക്ക് റബ്ബിനെ ഓർത്തുകൊണ്ട് അയാളോട് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞപ്പോ ഈ വന്ന ആള് പറഞ്ഞു, അന റസൂലുള്ളാഹ്, അല്ലാഹു എന്നെ നിയോഗിച്ച ഒരു മലക്കാണ് ഞാന്. അല്ലാഹു നിയോഗിച്ച ഒരു മലക്കാണ്. അല്ലാഹു നിന്നോട്
അറിയിക്കാൻ പറഞ്ഞു, നീ അവനെ ഇഷ്ടപ്പെടും പോലെ അല്ല നിന്നെയും ഇഷ്ടപ്പെടുകയാണ്. സഹോദരങ്ങളെ, ആളുകളെ കാണാൻ പോകുന്നത് പോലും നമുക്ക് വലിയ കൂലി കിട്ടുന്ന വിഷയമാണ്. അത്രയും വലിയ ബന്ധം അല്ലാഹു വരുത്തി. ചുമ്മാണോ അമ്പിയാക്കള് കൊതിച്ചു പോകുന്ന നമ്മുടെ പദവി? ചുമ്മാണോ ശുഹദാക്കള് കൊതിച്ചു പോകുന്നത്? അതുകൊണ്ട് പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം ഇൻഷാ അല്ലാഹ്. ഇനി കൂടുതൽ പറയില്ല. ആറാമതായിട്ട് നമ്മൾ ഈ സ്നേഹം നിലനിൽക്കാൻ ചെയ്യേണ്ടത് സിത്റു ഐബിഹി, അവന്റെ ന്യൂനത മറച്ചു വെക്കുക. പല ന്യൂനതയും അവനുണ്ടാവും, അതൊന്നും നീ എന്ത് ചെയ്യരുത്, പറയരുത്. ആളുകളുടെ മുമ്പിൽ നീ ഒന്നും ആരെ പറ്റിയും ഒരു കൂട്ടുകാരനെ പറ്റിയും പറയരുത്. ചില ആളുകൾ ആദ്യം ഭയങ്കര ചക്കരയിച്ചേരിക്കും, ഭയങ്കര സ്നേഹം, തോളിക്കൈയിടും. ഇവൻ ഉറങ്ങിയില്ലെങ്കിൽ അവൻ ഉണ്ണൂല, അവൻ ഉണ്ടില്ലെങ്കിൽ അവൻ ഉറങ്ങയില്ല. അങ്ങനത്തെ പൂരകമായി പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന രണ്ട് കൂട്ടുകാർ. സുബ്ഹാനല്ലാഹ്, മൂന്നിനൊന്ന് നോക്കിയപ്പോണ്ട് ഇവൻ വെട്ടുകത്തി എടുക്കുന്നു, അവൻ വാളെടുക്കുന്നു, വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. മഴ പെയ്യുന്ന കയറി ഇരുന്നോളി. രണ്ടുപേരും തമ്മിൽ പിണങ്ങി. അപ്പോഴാണ് യവൻ പറയുന്നു, എടാ നിന്നെ എനിക്കറിയാം, നമ്മൾ രണ്ടും കൂടെ അല്ലേ അതൊക്കെ ചെയ്തത്, നമ്മൾ രണ്ടും കൂടെ അല്ലേ അവനെ വെട്ടിക്കിടത്തിയത്, നമ്മൾ രണ്ടും കൂടെ അല്ലേ അവന്റെ പെണ്ണിനെ പറ്റി അപവാദം പറഞ്ഞത്. ഇത് പറഞ്ഞ് നമ്മളും അവനും തമ്മിലുള്ള എല്ലാ രഹസ്യങ്ങളും പൊളിക്കും. അത് മനസ്സിലാക്കിയിട്ട് ഹബീബ് പറഞ്ഞു, അഹബ്ബ് ഹബീബക ഹൗനമ്മ അസായകൂന ബഗീലക യൗമമ്മ, അബ്ഗിൽ ബഗീലക ഹൗനമ്മ അസായകൂന ഹബീബക യൗമമ്മ. നിന്റെ കൂട്ടുകാരനെ നീ അഗാധമായി അങ്ങ് അടുപ്പിച്ച് നിർത്തരുത്, കാരണം പിന്നീട് അവൻ നിന്റെ ശത്രുവാകാം. നിന്റെ ശത്രുവിനെ അടച്ചാക്ഷേപിക്കരുത്, അവൻ നാളെ നിന്റെ മിത്രമാകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്ബിറെ സാദിഖ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ന്യൂനതകൾ വിളിച്ചു പറയരുത്, അവന്റെ കുറവുകളൊന്നും വിളിച്ചു പറയരുത്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിൽ ആളുകൾ ഒരു മനുഷ്യനെ പൊതിരെ തല്ലുകയാണ്. ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നബിയെ, ഇന്ന ആള് ഇന്ന തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവനെ തല്ലുന്നത്, നിങ്ങൾ വിടൂ, യവനൊരു കിണറിലാ വീണതെങ്കിൽ നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തുവോ, എന്തിനാണ് നോക്കി നടക്കാത്തെന്ന് വെച്ചിട്ട് കല്ലുവാരി എറിയോ? അവര് പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെടുത്തു. എന്നാ നിങ്ങൾ ഈ വിപത്തിൽ അവനെ രക്ഷപ്പെടുത്തിയല്ലേ വേണ്ടത്? ആളുകൾ നേരെ അബൂദർദാ എന്ന ഇമാമിന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ ഇയാളെ വെറുക്കുന്നില്ലേ? അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വെറുക്കുന്നത് അയാളെയല്ല, അയാളുടെ തെറ്റിനെയാണ്. ഇത് പരസ്യപ്പെടുത്തേണ്ടതല്ല, നിങ്ങൾ രഹസ്യമായിട്ട് അവനെ ഉപദേശിക്കണമെന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് സ്നേഹിക്കാം. ഈ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ സ്നേഹം പരസ്പരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്നേഹിച്ചാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ ഒരാൾ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ അയാൾ നരകത്തിന്റെ അവകാശിയായി പോയാൽ മിഷ്കാത്ത് അടക്കമുള്ള ഹദീസിലുണ്ട്, ഇയാൾ കാരണം അയാൾ സ്വർഗത്തിൽ പോകും. ഇപ്പോ ഉസ്താദിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഉസ്താദ് ഇരിക്കുമ്പോൾ പറയാറില്ല, പക്ഷെ ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉസ്താദ് പോയിരുന്നെങ്കിൽ ഞാൻ അല്പം കൂടെ പറഞ്ഞേനെ. ഉസ്താദ് ഇരിക്കുന്നുണ്ട്, ഞാൻ ഭാഗികമായിട്ട് പറയുന്നു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരിച്ചുകൊണ്ട്, ഈ തടിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സാമ്പാർ കുടിച്ചതാ മന്നാനിയെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് എവിടെ നിന്നാ? ഞങ്ങൾക്ക് പഠിക്കലല്ലേ, ഉസ്താദന്മാർക്ക് പഠിപ്പിക്കലല്ലേ? ഇതൊക്കെ വിദേശത്തും സ്വദേശത്തും പോയി ഒരു മരണം നടന്ന ആ വീട്ടിൽ ചെന്ന് വിളിക്കണ്ട, അവിടെ ചെല്ലും, ഫാത്തിഹ വിളിക്കും, ദുആ അരക്കും, മന്നാനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയും, 2 ആ കരിയും കൊണ്ട് അൽഹംദുലില്ലാ കാറി കയറ്റി അവിടെ നിന്ന് കൊണ്ടുവരും, നേരെ അവിടെ കൊണ്ടുതരും, ഞങ്ങൾ പഠിച്ചിറങ്ങും, ഞങ്ങൾക്ക് വിളമ്പിത്തരും. അങ്ങനെ നമ്മൾ ഈ കോലത്തിലായത്. ഈ തടിയും ഈ രക്തവും ഈ മജ്ജയും ഈ മാംസവും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യനോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഒരു മനുഷ്യൻ, അള്ളാന്റെ റസൂല് പറഞ്ഞു, യുസഫ് വാഹുലുന്നാർ, നരകാവകാശികളെ സഫാക്കി നിർത്തിയിരിക്കാൻ. ഹദീസാണ്. നരകാവകാശികളെ നിരത്തി നിർത്തിയിരിക്കാൻ. ഞാൻ നിർത്തുന്നു. ആ സമയത്ത് ഇമാം മാലിക് എന്ന് പിന്നെ മഹാനായ റിദ്വാൻ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ സ്വർഗാവകാശികൾ ഇങ്ങനെ പാസം വാങ്ങിക്കൊണ്ട് സിറാത്തിലൂടെ കടക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇതൊക്കെ എത്ര മനോഹരമായി റസൂൽ അവതരിപ്പിച്ചു. അപ്പൊ മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നരകത്തിൽ പോകാൻ വേണ്ടി പാസം വാങ്ങിച്ചിട്ട് ഒരു വിഭാഗം യുസഫ് വാഹ്ലിന്നാർ, മിഷ്കാത്തിൽ ഈ ഹദീസ് ഉണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ സ്വർഗാവകാശിയായ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നരകാവകാശിയായ ഒരാൾ അയാളെ കൈ കയറി പിടിക്കും. നിന്നേന്ന് പറയും. അപ്പൊ മസലൊക്കെ കാണിച്ചിട്ട് സ്വർഗാവകാശിയായ അയാൾ പറയും, നീ ആരാടാ, എന്തിനാ എന്നെ പിടിച്ചത്, നീ നരകാവകാശിയല്ലേ, ഞാൻ സ്വർഗാവകാശിയാണ്. അത് പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, നിനക്ക് വെള്ളം വാങ്ങി തന്ന, ചായ വാങ്ങി തന്ന, നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് വെള്ളം തന്ന, നിന്നെ സഹായിച്ച ഒരാളെ നീ മറന്നുപോയോ, ഓർക്കുന്നില്ലേ? അത് നീയാണോ? അതെ, ഞാനാ നിനക്ക് ഒരു ദിവസം ചായ വാങ്ങി തന്നത്. അപ്പോ ഈ നരകാവകാശിയായ മനുഷ്യൻ പറയൂ, അത്രേ, അള്ളാന്റെ പറ ഒന്ന് എന്നൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ.
അങ്ങനെ ഈ സ്വർഗാവകാശി ഒരു ഗ്ലാസ് ചായയുടെ കണക്ക് നാളെ പടച്ച തമ്പുരാന്റെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴിയിൽ നിന്ന് ജോനകപ്പുറം പള്ളിയുടെ വഴിയിലേക്ക് എന്റെ വാഹനം വളഞ്ഞു കയറുമ്പോ ഞാൻ കേട്ടത്, എനിക്കിവിടെ ആദരവ് വേണ്ട, ഞാൻ അള്ളാഹുവിന്റെ ഇഖ്ലാസിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഉസ്താദ്. ഞാൻ പറയുന്നു ശരിയാണ് സഹോദരങ്ങളെ, നാളെ അള്ള സ്വർഗം കൊടുക്കട്ടെ. നാളെ എത്ര മന്നാനിമാരാണ് ബഹുമാനപ്പെട്ടവരെ മാടി വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നമുക്ക് പരസ്പര സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സൗഹൃദമാക്കി അള്ളാഹു നമ്മുടെ സൗഹൃദത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ ഈ സമയം വരെയും ഇത്രയും നേരം അള്ളാഹു താല നമ്മളെ ഈ പ്രഭാഷണ സദസ്സ് കാത്തു. അൽഹംദുലില്ലാ, ഇതിപ്പോ 10:30 നിർത്താറായി എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. പടച്ച തമ്പുരാൻ അറിയിക്കുകയാണ്, മോനെ നിർത്താറായി, നിർത്തിക്കോ എന്ന് പറയാൻ. നമ്മളിപ്പോ സലാത്തേൽ നിർത്തുമ്പോൾ മഴ തോരും, നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഇൻഷാ അല്ലാഹ്. ഞാൻ 2 മിനിറ്റ് എടുത്തിട്ട് ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ന്യൂനതകൾ പറഞ്ഞ് നമ്മൾ ആരെയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും വേണ്ട. നമുക്ക് ഉപകരിക്കുന്നത് ആരെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി പരസ്പരം ഐക്യപ്പെട്ട് സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഇസ്സത്തോടെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മരണപ്പെടാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഉസ്താദേ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 2 മണിക്കൂറായി. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് കരണീയമല്ല, അത് അഭികാമ്യവുമല്ല. നിർത്തലാണ് അനിവാര്യം. ഇനി 2-3 ദിവസമുണ്ട്. നാളെയും നമുക്ക് പരിപാടിയൊക്കെ ഉള്ളതാണ്. നിങ്ങൾ എല്ലാ വേദികളും ഇടയ്ക്ക് 3 പരിപാടി ക്യാൻസൽ ആക്കേണ്ടി വന്നു. എന്റെ അഭിവന്യനായ ഷെയ്ഖുൽ ഹദീസ് കൊളപ്പുറം ഉസ്താദ്, എന്റെ പിതാവ്, എന്റെ ആത്മീയ പിതാവ്, എന്റെ പിതൃതുല്യൻ, എന്റെ സർവ്വതുമായിരുന്ന ബഹുമാനപ്പെട്ടവർ എനിക്ക് തന്ന ഉപദേശമാണ് ജുമുഅ മുടക്കല്ലേ മോനെ എന്ന്. വിദേശ രാജ്യങ്ങളിൽ പരിപാടി വരുമ്പോഴും അവിടുത്തെ ഓഫ് ഡേ ആണ് ജുമുഅ ദിവസം, പക്ഷേ പോകാൻ പറ്റുന്നില്ല. ഉസ്താദിന്റെ നിർദ്ദേശമാണ് ജുമുഅ മുടക്കരുത്. പക്ഷേ കഴിഞ്ഞ ജുമുഅ എനിക്ക് മുടക്കേണ്ടി വന്നു. ഞാൻ എന്റെ നാട്ടിലാ ജുമുഅയ്ക്ക് കൂടിയത്. കാരണം ശക്തമായ പനി പിടിച്ചിട്ട് 3-4 ദിവസത്തെ പരിപാടികൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞാൻ പറയാണ്, നവംബറിലും ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ഏപ്രിൽ അടക്കം ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. റമളാൻ വരെയും ഏകദേശം ഫുള്ളായിരിക്കുകയാണ്. കുറച്ച് ഡേറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനപ്പുറം എല്ലാ വേദികളിലും ചെന്നെത്താനും ആരോഗ്യത്തോടെ പ്രസംഗിക്കുവാനും, സംഘാടകർ ഉദ്ദേശിക്കുന്നത് ചാരിറ്റി ആണെങ്കിൽ അങ്ങനെ, പള്ളിയുടെ നിർമ്മാണമാണെങ്കിൽ അങ്ങനെ, ഏത് കാര്യമാണെങ്കിലും അതൊക്കെ നിറവേറ്റാനും നിങ്ങൾ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ദുആരക്കണം എന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നതോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ്